ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അറബിക് സ്പൈസസ് ആണ്, അല്ലെങ്കിൽ അറബിക് മസാല എന്ന് പറയും. അറബിക് ഡിഷസിലൊക്കെ മെയിൻലി അറബിക് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതാണ് സ്പൈസ് പൗഡറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും, പക്ഷെ വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ഗ്രാമ്പൂ, പട്ട ഒരു പീസ്, ഒരു ഫിംഗർ ലെങ്ത്തിലുള്ള ഒരു പീസ്, പിന്നെ ഒരു ഡ്രൈ ലെമൺ. ഇത്രയാണ് അറബിക് സ്പൈസസിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഈ ഡ്രൈ ലെമണും സിനമണും ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് മീഡിയം ഹീറ്റിലിട്ട് ചൂടാക്കി ജസ്റ്റ് ഒന്ന് നമുക്കിത് വറുത്തെടുക്കാം. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞാൽ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാം. അപ്പം നമ്മുടെ അറബിക് സ്പൈസസ് പൊടിച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുക്കണമെന്നില്ല. ഇനി ഇത് ഒട്ടും നനവില്ലാത്ത ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റാം. ഞാനിപ്പം ഇത് എനിക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ, വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അതിനനുസരിച്ച് കൂട്ടിയിട്ട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ടേക്ക് കെയർ.